ഹലോ എവരിവൺ, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വർഷം PSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് PSC ഈ വർഷം നടത്തിയ 2024 നടത്തിയ കുറച്ച് എക്സാമിലെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാറി വരുന്ന PSCൻ്റെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും PSCൻ്റെ ഈ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു മാറി വരുന്ന PSCൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഇൻ കേസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് ഇത്തരം അനാലിസിസിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ലാസ്റ്റ് ഒരു 10 ഡേയ്സൊക്കെ ഇനിയുള്ളൂ. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാസം ജൂലൈ 6 നടത്തിയ UP സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ദിവസം 25 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, ഉഴുതവയൽ. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഉഴുതവയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? എന്താണ് വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? കുറിച്യർ കലാപം. ഓപ്ഷൻ ഡി, കുറിച്യർ കലാപം. തേർഡ് വൺ, മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? സിഗുറാത്തുകൾ. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ സി, സിഗുറാത്തുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ്. ക്വസ്റ്റ്യൻ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം. സിക്സ്ത് ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, ആത്മവിദ്യാ സംഘം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, ആത്മവിദ്യാ സംഘം. സെവൻത് ക്വസ്റ്റ്യൻ. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. എയ്ത്ത് ക്വസ്റ്റ്യൻ. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ഓപ്ഷൻ എ, മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഓപ്ഷൻ എ, മുഹമ്മദ് അബ്ദുറഹ്മാൻ. നയൻത്ത് ക്വസ്റ്റ്യൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാല. ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാല. 10th ക്വസ്റ്റ്യൻ. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ഓപ്ഷൻ ബി, ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ഓപ്ഷൻ ബി, ദിവാൻ സർ CP രാമസ്വാമി അയ്യർ.
11th ക്വസ്റ്റ്യൻ, ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ RLV പേരെന്ത്? ഓപ്ഷൻ ഡി പുഷ്പക്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ RLV പേരെന്ത്? പുഷ്പക്. 12th ക്വസ്റ്റ്യൻ, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? ഓപ്ഷൻ എ അഗ്നി 5. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? ഓപ്ഷൻ എ അഗ്നി 5. 18th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? ഓപ്ഷൻ ബി കൃഷ്ണ. ഓപ്ഷൻ ബി കൃഷ്ണ. 14th ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ കൊങ്കൺ സമതലം. ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്. ഓപ്ഷൻ എ കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. 16th ക്വസ്റ്റ്യൻ, സാമൂഹിക സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഔപചാരിക ബന്ധം. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓൺലി 1 and 2, അതായത് വായ്പ നിയന്ത്രിക്കലും സർക്കാരിൻ്റെ ബാങ്കും. വായ്പ നിയന്ത്രിക്കലും സർക്കാരിൻ്റെ ബാങ്കും. ഓപ്ഷൻ ബി ഓൺലി 1 and 2. 18th ക്വസ്റ്റ്യൻ, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണൽ. 19th ക്വസ്റ്റ്യൻ, 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒഡീഷ. ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതെന്ത്? ഓപ്ഷൻ ഡി ദൂരം. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതെന്ത്? ദൂരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ്. ഓപ്ഷൻ സി വിസ്കോസിറ്റി. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ്. ഓപ്ഷൻ സി വിസ്കോസിറ്റി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പരമാവധി വേഗത്തിൽ തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ബാക്കി ക്ലാസ്സുകളിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്ലാസ്സും കാണാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്.